കട്ടപ്പന ആദ്യകാല കുടിയേറ്റത്തിൻ്റെ ഒരു സ്ഥലമാണ്. ഉപ്പുതറ കഴിഞ്ഞ് പിന്നീട് കട്ടപ്പനയാണ് പ്രധാനപ്പെട്ടതായിട്ട് മാറിയത്. എന്നാൽ ഉപ്പുതറ അത്രമാത്രം വികസിക്കാനായിട്ട് ഇടയായില്ലെങ്കിലും കട്ടപ്പന വാണിജ്യപരമായിട്ട് നന്നായിട്ട് വികസിക്കാനായിട്ട് ഇടയായി. ഇടുക്കിയുടെ തന്നെ ഒരു കേന്ദ്രമായിട്ട് കട്ടപ്പന മാറാനിടയായി. അതിനൊക്കെ നന്ദി കുറിച്ചത് ഇവിടുത്തെ ദേവാലയമാണ്. ദേവാലയത്തോട് ചേർന്നാണ് ഈ പ്രദേശങ്ങൾ മുഴുവൻ വികസിക്കാനായിട്ടിടയായത്. ആദ്യകാലത്തൊരു ഓലക്കുടിലിൽ തുടങ്ങിയ ഒരു ദേവാലയമാണ്. പിന്നീട് അത് ഒരുപാട് കുടുംബങ്ങളെ കൊണ്ട് നിറഞ്ഞതായിട്ട് തീരാനായിട്ടിടയായി. എത്ര കാലമായി പള്ളി സ്ഥാപിച്ചിട്ട് ഒരു ഇടവക? ഇപ്പം ഇടവക സ്ഥാപിച്ചിട്ട് 75 വർഷമാകാനായിട്ട് പോകുന്നു. ഈ ദേവാലയം പണിതിട്ട് 50 വർഷം കഴിഞ്ഞ വർഷമായിരുന്നു അതിൻ്റെ ജൂബിലി. അതിന് 51ാമത്തെ വർഷത്തിലേക്ക് പോയിട്ടുണ്ട്. ഇവിടെ കൂടുതലും പഴയ കുടിയേറ്റക്കാരനെയാണോ? പഴയ കുടിയേറ്റ കുടുംബങ്ങളാണ്. എന്നാൽ ഈ കാലത്തായിട്ട് പുതിയ ആൾക്കാർ വരുന്നുണ്ട്. ഗവൺമെൻറ് ജോലിയൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി ഒരുപാട് കുടുംബങ്ങൾ ഇപ്പം ഇവിടെ വരാറായിട്ടുണ്ട്. എത്ര കുടുംബങ്ങളുണ്ട് ഇവിടെ? 1200 കുടുംബങ്ങളാണ് രജിസ്റ്ററിലുള്ളത്. എന്നാൽ വാടകയ്ക്കായിട്ട് താമസിക്കുന്ന ഒരു 150-200ഓളം കുടുംബങ്ങളും കൂടെ വേറെയുണ്ട്. അങ്ങനെ 1400ഓളം കുടുംബങ്ങൾ ഇവിടെയുണ്ട്. ഒരു പൊതു ഇതെന്താ, ഒരു ഇവിടുത്തെ ഇടവകങ്ങളുടെ ജോലിയാണോ കൃഷിയാണോ? ഭൂരിഭാഗവും 60% കൃഷിക്കാരാണ്. എന്നാൽ ബാക്കി ഒരു 40% ബിസിനസ്സുകാരാണ് ഇവിടെ. ഈ സുഗന്ധദ്രവ്യങ്ങളുടെയൊക്കെ ഒരു ബിസിനസ്സാണ് ഇവിടെ. ഒരു കാലത്ത് കേരളത്തിലേക്കൊക്കെ മുഴുവൻ ഉണ്ടായിരുന്ന കാപ്പി കച്ചവടം നടത്തിക്കൊണ്ടിരുന്നത് കട്ടപ്പനയിലായിരുന്നു. അതുപോലെ തന്നെ തേയിലയും. ഇപ്പം അത് രണ്ടും മാറി ഇപ്പം ഏലത്തിൻ്റെ ഒരു കേന്ദ്രമായിട്ട് കട്ടപ്പന മാറിയിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഒരുപാട് ബിസിനസ്സുകളും നടക്കുന്നുണ്ട്. ഇവിടുത്തെ ഏറ്റവും കൂടുതൽ കൃഷിയായിട്ട് ഉപയോഗിക്കുന്നത് ഇതുവരെ ഏലവും കാപ്പിയൊക്കെയാണോ? ഏലമാണ് ഏറ്റവും. പിന്നെ കുരുമുളക് കുറച്ചുണ്ട്. എന്നാലും കുരുമുളകിൻ്റെ പ്രാധാന്യം ഒത്തിരി കുറഞ്ഞിട്ടുണ്ട്. കുരുമുളക് വളരെ ശക്തമായിട്ടുണ്ടായിരുന്നൊരു സ്ഥലം കൂടിയാണ് കട്ടപ്പന. പള്ളിക്ക് 2 സ്കൂളുകളാണ് ഉള്ളത്. 2 +2 സ്കൂളുകളുണ്ട്. ഒന്ന് കോഓപ്പറേറ്റീവ് മാനേജ്മെൻറ്റിൻ്റെതാണ്, ഒന്ന് പള്ളിയുടെ മാത്രം കീഴിലുള്ള ഒരു ഓസാനം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ഇടുക്കിയിലെ ഏതാണ്ട് ഏറ്റവും നല്ലൊരു സ്കൂളായിട്ട് ഓസാനം അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ സെൻറ്റ് ജോർജ് സ്കൂളും കോഓപ്പറേറ്റീവിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ളതാണ്. പക്ഷേ ഇടുക്കിയിലെ ഏറ്റവും റിസൾട്ട് കൂടിയ നല്ല ഒരു സ്കൂളാണ്. അതുകൊണ്ട് പാവപ്പെട്ട മനുഷ്യർക്കൊക്കെ വന്ന് പഠിക്കാനായിട്ട് സെൻറ്റ് ജോർജ് ഇടയാവുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഓസാന സ്കൂളിലും ഇവിടുത്തെ കർഷകരുടെയും പാവപ്പെട്ടവരുടെയും മക്കളെ പഠിപ്പിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് പുറത്തുള്ള നമ്മുടെ സാമൂഹികപരമായ ഇടപെടലുകൾ എത്രത്തോളം ഉണ്ട്? എത്രത്തോളം സജീവമാണ് നമ്മുടെ ഒരു ഇടവകയുടെ സാന്നിധ്യം? കൃഷി കേന്ദ്രീകൃതമായിട്ട് ഇൻഫാമിൻ്റെ വർക്കും കർഷക പ്രക്ഷോഭങ്ങളും ഒക്കെ നേതൃത്വം കൊടുത്തിരുന്ന ഒരു സ്ഥലമാണ് കട്ടപ്പന എന്ന് പറയുന്നത്. ഒരു സമയത്ത് ഹൈറേഞ്ച് സംരക്ഷണ സമിതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ബഫർ സോണിൻ്റെയും ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനത്തിലൊക്കെ ഈ ഹൈറേഞ്ചിൻ്റെ സമരത്തിന് നേതൃത്വം കൊടുത്ത ഒരു ഇടവക കൂടിയാണ് ഈ കട്ടപ്പന. അന്നിവിടെ വികാരിയായിരുന്ന നമ്മുടെ ജസ്റ്റിൻ പഴയപറമ്പിൽ അച്ഛൻ ഈ സമരത്തിനൊക്കെ നന്നായിട്ട് നേതൃത്വം കൊടുത്തതാണ്. അന്നൊക്കെ ഉണ്ടായിരുന്ന ആ നേതൃത്വമാണ് ഇന്ന് ഇപ്പം ബഫർ സോണിൻ്റെയൊക്കെ പ്രശ്നങ്ങളിലേക്കൊക്കെ ഇടപെടാനായിട്ടും സഭ ഇടപെടാനായിട്ടൊക്കെ ഇടയായത്. കൂടാതെ വാണിജ്യപരമായിട്ടും ഇവിടുത്തെ മിക്കവാറും ഉള്ള ഈ വിൽപ്പന വാങ്ങൽ വാണിജ്യ കാര്യങ്ങളിലൊക്കെ ഒരു നേതൃത്വം കൊടുത്തിരുന്നത് ഇവിടുത്തെ ഇടവകക്കാരാണ്. കലാപരമായിട്ടും സജീവമായിരിക്കുന്ന ഒരു ഇടവകയാണ്. ദിവസം തന്നെ രാവിലെ 2 കുർബാനയുണ്ട്. 2 കുർബാനയ്ക്കും ദേവാലയം നിറച്ച് ആൾക്കാർ വരാറുണ്ട്. പ്രത്യേകിച്ച് നോമ്പ് സമയങ്ങളിൽ ദേവാലയം നിറയുണ്ട്. പിന്നെ 800-ലധികം കുട്ടികൾ വേദപാഠം പഠിക്കുന്നുണ്ട്. അപ്പം കുട്ടികളും അതിൻ്റെ എണ്ണത്തിൽ ഒരുപാട് ഉള്ള ഒരിടവകയാണ്. ആത്മീയപരമായിട്ട് വളരെ സജീവമാണ്. ഈ കരിസ്മാറ്റിക് നവീകരണ പ്രസ്ഥാനങ്ങളിലേക്കൊക്കെ വന്ന ഒരുപാട് വോളണ്ടിയേഴ്സ് ഇവിടെയുണ്ട്.
അതുകൊണ്ട് തന്നെ ആത്മീയപരമായിട്ട് വളരെ ലൈവാണ്. 52 കൂട്ടായ്മകളാണുള്ളത്. ഈ കൂട്ടായ്മകളെല്ലാം വളരെ സജീവമാണെന്നുള്ളതാണ്. ലീഡേഴ്സ് എല്ലാം വളരെ സജീവമാണ്. അതുകൊണ്ട് തന്നെ 55 കൂട്ടായ്മയും വളരെ വൈബ്രൻ്റാണ്. ആയിരത്തി 1952 കട്ടപ്പനയ്ക്ക് വന്നതാണ്. അപ്പോൾ എത്ര പ്രായം ഉണ്ടായിരുന്നു? അത് കണക്ക് കൂട്ടിക്കൊണ്ടാൽ മതി. 52 ജനുവരി ആണെന്ന് എൻ്റെ ഓർമ്മ. എന്താ ഇങ്ങോട്ട് അവിടുന്ന് കുടിയേറാൻ ഉള്ളൊരു കാരണം എന്തൊക്കെയായിരുന്നു? ഇങ്ങോട്ട് കുടിയേറണമെന്ന് ഞങ്ങൾക്ക് യാതൊരു പ്ലാനും ഇല്ലായിരുന്നു. എൻ്റെ അമ്മാവൻ എരുമേലിക്കാരൻ ചെമ്പകോമലത്തെ കറിയാച്ചൻ എന്ന് പറഞ്ഞ ആൾ ഇവിടെ നേരത്തെ സ്ഥലമെടുത്ത് അവരിവിടെ കൃഷിയൊക്കെ തുടങ്ങിയായിരുന്നു. ഇപ്പം ഞങ്ങൾ കോട്ടയം പട്ടണത്തിനടുത്തല്ലേ, അവിടെ ഏക്കറില്ലല്ലോ. അത് പുള്ളി നോക്കിയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഏക്കർ കുറവായതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങോട്ട് പറിച്ച് കൊണ്ടുവരാമെന്ന് വെച്ച് പുള്ളി ഞങ്ങളെ വന്ന് കൊണ്ടുവന്നതാണ് ഇങ്ങോട്ട്. ചെമ്പകോമലത്തെ കറിയാച്ചൻ എന്ന് പറഞ്ഞ ആൾ. എന്തായിരുന്നു ഇവിടെ അപ്പോൾ ഒരു വരുമാന മാർഗം? കൃഷി തന്നെ ആയിരുന്നോ? ഇവിടെ വന്നപ്പം ഒരു വരുമാനവും ഇല്ല. ഇവിടെ ഞങ്ങൾക്കൊരു വീടുണ്ടായിരുന്നു വന്നപ്പം. ആ വീടിന് ചുറ്റിനും പുല്ല് വളർന്ന് ഇപ്പോൾ ഉണ്ടായിരുന്നു, വേറെ ഒന്നുമില്ല. പിന്നെ ഞങ്ങൾ ആ പുല്ല് ആളുകളെ നിർത്തി തെളിപ്പിച്ചു. എന്നിട്ട് അവിടെ ആദ്യകാലത്ത് ഇവിടെ വന്നവരൊക്കെ നെൽകൃഷിയായിരുന്നു. അപ്പം വിത്ത് വിതച്ച് നെല്ലുണ്ടാക്കി, അതായിരുന്നു ആദ്യത്തെ വരുമാനം. പിന്നെ അതിനകത്തൂടെ ഉള്ള മരങ്ങളിൽ കൊടിയിട്ട് 3-ാം വർഷം കൊടി കായ്ച്ച് മുളക്, അങ്ങനെ ഒരു വരുമാനം ആയി. മുളകായിരുന്നല്ലോ ഹൈ റേഞ്ച് കർഷകരുടെ പ്രധാന വരുമാനം. അന്നത്തെ ഒരു യാത്രാ സൗകര്യം കോട്ടയത്തുനിന്ന് ബെസ്റ്റ് ഹോട്ടലിൻ്റെ വാതക്കൽ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നു, സ്വരേജുകാരുടെ. ആ ബസ്സിൽ കയറി ഏലപ്പാറ ഇറങ്ങും. ഏലപ്പാറ ഇറങ്ങി ഏലപ്പാറ ചപ്പാത്ത് ബസ്സുണ്ട്, അതേ കയറി ചപ്പാത്തിൽ ഇറങ്ങും. അവിടെ കയറി വല്ല ഇച്ചിരി ഭക്ഷണമൊക്കെ കഴിച്ചേച്ച് ഒരുപാട് രാത്രി ആണെങ്കിൽ അവിടെ ഹോട്ടലിൽ ഒരു ലോഡ്ജിൽ കിടക്കും. ദിവസം രാവിലെ അവിടെ നിന്ന് ഇവിടെ നടരാജൻ ഇവിടം വരെ നടക്കുക. വല്ല ജീപ്പും കിട്ടിയാൽ അതേ കയറും ഭാഗ്യത്തിന്. അന്നത്തെ ഒരു നമ്മുടെ ഈ കട്ടപ്പനയുടെയും ഇന്നത്തെ ഒരു കട്ടപ്പനയുടെ ഒരു വ്യത്യാസം എങ്ങനെയായിരുന്നു? ഞങ്ങൾ വരുമ്പോൾ കട്ടപ്പനയിൽ 2 കടകളെ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് കക്കാട്ട് ഐസക്കേട്ടിൻ്റെയും പിന്നെ ഒരെണ്ണം ആനക്കൂട്ടുകടയും. ആനക്കൂട്ടുകടയെന്ന് പറയുന്നത് ഈ അയ്യപ്പൻ കോവിൽ ഒരു ആനക്കൂട്ട് കൂടെ ഉണ്ടായിരുന്നു. ആനയിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സാധനം ആനക്കൂട്. അതിനടുത്തൊരു കടയുണ്ടായിരുന്നു, അത് ആനക്കൂട്ട് കട. അവർ കട്ടപ്പനയ്ക്ക് വന്ന് കട തുടങ്ങിയപ്പോൾ ഇവിടെയും ആനക്കൂട്ട് കടയായി. ആനക്കൂട്ട് കുര്യാക്കോച്ചേട്ടൻ. തുടർന്ന് കക്കാട്ട് കടയുണ്ടായി, പല കടകളുണ്ടായി. ഞാനുമൊക്കെ അതിൽ അവിടെ കട തുടങ്ങി, കട നടത്തി. ഐക്യമായിരുന്നു ഞങ്ങളുടെ ബലം. അതെ, പള്ളി കേന്ദ്രീകരിച്ചും മറ്റ് പ്രസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചും എല്ലാവരും ഒന്നിച്ച് നിന്നു. ഇവിടെ ഒരു കർഷക യൂണിയൻ ഉണ്ടായിരുന്നു. ഇവിടുത്തെ ആളുകളൊക്കെ കൂടി ഉണ്ടാക്കി. ഈ ഗവൺമെൻറ്റിൽ നിന്ന് ഒരുപാട് പ്രതികൂല അനുഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി
കർഷക യൂണിയൻ ഉണ്ടാക്കി ഞങ്ങൾ സംഘടിച്ച് നിന്നു. കുടിയിറക്ക് വന്നപ്പോൾ ഞങ്ങൾ സംഘടിച്ച് നിന്ന് അതിനെ എതിർത്തു. ഞങ്ങളൊക്കെ ജയിലിൽ പോയവരാ. പ്രധാനമായിട്ട് ഈ കാർഷിക പ്രശ്നങ്ങളോട് ബന്ധപ്പെട്ടാണ് സമരം ഉണ്ടായത്. പ്രധാന സമരം കുടിയിറക്ക് സമരം. ഞങ്ങൾ കോട്ടയം കളക്ടറേറ്റ് വിക്കറ്റ് ചെയ്തു. വിക്കറ്റ് ചെയ്ത് അറസ്റ്റ് വരിച്ചു. എന്നെ ആലപ്പുഴ കൊണ്ടുപോയി. ഞാനൊക്കെ കൊച്ചായിരുന്നെങ്കിലും അതിനൊന്നും പുറകോട്ട് നിന്നിട്ടില്ല. നമ്മുടെ ഒരു പള്ളി ഇവിടെ സ്ഥാപിതമാവാൻ ആ ഒരു ചരിത്രം എങ്ങനെയാണ്? അത് തുടങ്ങിയ കാലഘട്ടം ഏത് അച്ഛനാണ്, എങ്ങനെയാണ്? പള്ളി ഇവിടെ ഒരു ഷെഡ് ഉണ്ടാക്കി ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാനില്ല കേട്ടോ, ഞാൻ വരുന്നതിന് മുമ്പേ ഷെഡുണ്ടായി. ആ ഷെഡിനകത്ത് ഉപ്പുതറ വികാരിയായിരുന്ന പാറേലച്ചൻ ആദ്യം വന്ന് കുർബാന ചൊല്ലി. പിന്നെ ആഴ്ചയിലൊരു കുർബാന ഉണ്ടായിരുന്നില്ല, ഞായറാഴ്ച. അതേ തുടർന്ന് എല്ലാ ദിവസവും, അത് ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ എല്ലാ ഞായറാഴ്ചയില്ല, ഒന്നിടെ വിട്ട് ഞായറാഴ്ചകളിലേ ഉള്ളൂ. പിന്നീട് എല്ലാ ഞായറാഴ്ചയായി. പിന്നെ സ്ഥിരമായിട്ട് അച്ഛൻ വന്ന് എല്ലാ ദിവസവും കുർബാന ചൊല്ലി. ബഹുമാനപ്പെട്ട വയലങ്കലച്ചൻ കാണ്ടീച്ചൻ അച്ഛനാണ് ഇവിടെ വികാരിയായിട്ട് വന്ന് ഇവിടുത്തെ വികസനത്തിൻ്റെ ഒരു തുടക്കക്കാരൻ. അന്നത്തെ ഒരു വിദ്യാഭ്യാസം ഇവിടെ പള്ളിക്കൂടമൊന്നും ഇല്ലായിരുന്നു. അന്ന് ഞങ്ങൾ ബഹുമാനപ്പെട്ട വയലങ്കൽ ചാണ്ടീച്ചൻ വികാരിയായിരിക്കുമ്പോഴത്തേക്ക് ഞങ്ങളെല്ലാവരും കൂടി ആലോചിച്ച് നമുക്കൊരു പള്ളിക്കൂടം തുടങ്ങണം എന്ന് ആലോചിച്ച് അങ്ങനെ പ്രൈമറി സ്കൂൾ ആയി, UP സ്കൂൾ ഉണ്ടാക്കി, തുടർന്ന് ഹൈസ്കൂളും. അന്നത്തെ നമ്മുടെ ഇവിടെ ഈ ആശുപത്രി സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു? ആശുപത്രി സൗകര്യം ഒന്നുമില്ല. ഇവിടെ 1-2 മുറി വൈദ്യന്മാരേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാ പനിയും വന്നാൽ അവരോട് ചെന്ന് അവർ തരുന്ന മരുന്ന് വാങ്ങിച്ച് കഴിക്കും. അത് കഴിഞ്ഞാൽ ഞങ്ങൾ കുറേ പേര് മുൻകൈ എടുത്താണ് സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റലിൽ കൊണ്ടിരുന്നത്. ഇതിൻ്റെ ആരംഭം എന്ന് പറയുന്നത് 1969 നമ്മൾ ചെറിയൊരു ക്ലിനിക്കായിട്ട് തുടങ്ങിയതാണ്. അത് ജർമ്മനിയിൽ നിന്ന് വെല്ലിച്ചൻ എല്ലാവരും വിളിക്കുന്ന പോർട്ടനത്തൂസ് ബ്രദർ അച്ഛൻ വന്ന് തുടങ്ങിയതാണ് ഇവിടെ. ആ സമയത്ത് ഇവിടെ വേറെ ഹോസ്പിറ്റലൊന്നും ഇല്ലായിരുന്നു. ഇപ്പോഴും വലിയ ഹോസ്പിറ്റൽസ് കുറവാണ്. അങ്ങനെ പാവപ്പെട്ടവർക്ക് വേണ്ടി തുടങ്ങി ഇപ്പോഴും നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുന്നു. നമ്മൾ എന്തൊക്കെ തരത്തിലുള്ള സൗജന്യ ചികിത്സകളൊക്കെ നടത്തുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ ഒരു ക്രൈറ്റീരിയ എങ്ങനെയൊക്കെയാണ്? ക്രൈറ്റീരിയ എന്ന് ഇവിടെ നമ്മൾ എല്ലാവരെയും വരുന്നവരെല്ലാവരെയും സ്വീകരിക്കാറുണ്ട്. അതിൻ്റെ അകത്ത് പൈസ കുറവാണെന്നും പറഞ്ഞ് ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ തിരിച്ചുവിടാറില്ല. ഇല്ല, അത് നമ്മളെപ്പോഴും അവർ സ്വീകരിക്കാൻ നമ്മൾ സന്നദ്ധരാണ്. അവർക്ക് വേണ്ട ഡിസ്കൗണ്ട് അവർ ഓഫീസിൽ വരും, നമ്മളത് അവർക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റ് ഫ്രീ ആയിട്ട് കൊടുക്കും. അതിനൊരു ലിമിറ്റേഷൻ അങ്ങനെ നമ്മൾ വെച്ചിട്ടില്ല. ഇല്ല. ജനറൽ മെഡിസിൻ തുടങ്ങിയേക്കുന്നത്. പക്ഷേ ഇപ്പം നമ്മൾ കാർഡിയോളജി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് സൂപ്പർ സ്പെഷ്യാലിറ്റീസും ആയിട്ടുണ്ട്. അത് അല്ലെങ്കിൽ നമുക്കൊരു ഹാർട്ട് അറ്റാക്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇമ്മീഡിയറ്റ്ലി നമുക്ക് കോട്ടയൊക്കെ പോകേണ്ടി വരും. അതിനൊരു 4 മണിക്കൂർ എടുക്കും സമയം. നമുക്ക് ഒത്തിരി ആൾക്കാരുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കുന്നുണ്ട് ഇവിടെ ഒരു ഹോസ്പിറ്റൽ ഉള്ളതുകൊണ്ട്. നമുക്കിപ്പോൾ ഇവിടെ ഉണ്ടല്ലോ MRI സ്കാനുണ്ട്, CT സ്കാനുണ്ട്, അൾട്രാസൗണ്ട് ഉണ്ട്. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ ഇൻവെസ്റ്റിഗേഷനും ഇവിടെ തന്നെയുണ്ട്. പിന്നെ നമുക്ക് കാത്തിലാവുണ്ട്. ഒരു എമർജൻസി ഒരു PTC അല്ലെങ്കിൽ ഒരു ബൈപ്പാസ് സർജറി ചെയ്യണമെങ്കിൽ അതെല്ലാം ഇവിടെ തന്നെ നടക്കും. കാഷ്വാലിറ്റി 24 hours. കാഷ്വാലിറ്റി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും 24 hours ആണ്. നമ്മൾ മറ്റുള്ള ഈ നമ്മളൊരു ഹൃദയ ചികിത്സിക്കുന്നവരോ അല്ലെങ്കിൽ ഡയാലിസിസോ അങ്ങനെയൊക്കെ നമ്മൾ സൗജന്യങ്ങൾ കൊടുക്കുന്നുണ്ട്. നമ്മൾ ഡയാലിസിസ് പേഷ്യൻ്റ് ഒത്തിരി ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. അതെ, ഈ അടുത്ത ഭാഗത്ത് ആദ്യമായിട്ട് നമ്മളാണ് ഇവിടെ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പം പല സ്ഥലത്തും ഉണ്ട്. എന്നാലും നമ്മളിപ്പോഴും പാവപ്പെട്ടവരൊക്കെ ഒത്തിരി സഹായിക്കാറുണ്ട്. നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ കീഴിലുള്ള അല്ലെങ്കിൽ ഇതിൻ്റെ അടുത്തുള്ള സ്ഥാപനങ്ങൾ എന്തൊക്കെയാണ്? നമുക്കിവിടെ BSc നഴ്സിംഗ് കോളേജ് ഉണ്ട്, B.Pharm ഉണ്ട്, DMLT ഉണ്ട്. അതായത് ഈ ലാബ് ട്രെയിനിങ്ങിന്. അതാണ് മെയിനായിട്ടുള്ള 3 ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നമ്മളൊരു കുടുംബമായിട്ടാണ് നമ്മൾ ഇവിടെ വർക്ക് ചെയ്യുന്നത്. അതായത് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും
അത് പിന്നെ രോഗികളിലാണെങ്കിലും നമ്മൾ കൂടുതൽ അവരുടെ അടുത്ത് പെരുമാറി അവർക്ക് വേണ്ട എന്ത് സഹായവും നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. അതിപ്പോൾ ഒരാളൊരു പാവപ്പെട്ടവനാണെന്നോ അല്ലെങ്കിൽ ഒത്തിരി റിച്ച് ആണെന്നോ അങ്ങനെ നമ്മൾ നോക്കാറില്ല. എല്ലാവരും ഒരേപോലെ കണ്ട് അവർക്ക് വേണ്ട എല്ലാ ട്രീറ്റ്മെൻറ്റും കൊടുക്കുന്നു. ഇവിടെ ഇപ്പം സൂപ്പർ സ്പെഷ്യലിസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റായിട്ട് കാർഡിയോളജി ഉണ്ട്, നെഫ്രോളജി ഉണ്ട്, അടുത്ത മാസം തൊട്ട് ഗ്യാസ്ട്രോൻട്രോളജി ഉണ്ട്, പിന്നെ പൾമണോളജി ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, യൂറോളജി ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, പിന്നെ ആസ് യൂഷ്വൽ ജനറൽ മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റ്, സർജറി, ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, നിയോനേറ്റോളജി, ഡെർമറ്റോളജി, എല്ലാ സൈക്കാട്രി, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും ഉണ്ട്. ഇവിടുത്തെ ഒരു ശുശ്രൂഷയുടെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രോഗികളുടെ കാഴ്ചപ്പാടൊക്കെ എങ്ങനെയാണ്? അത് പൊതുവേ ഇവിടെ നിങ്ങൾക്കറിയാവുന്ന പോലെ ഈ ഫോർത്തുനാത്തസ് ബ്രദർ ഇവിടെ തുടങ്ങിയ ഒരു സ്ഥാപനമാണല്ലോ ഇത്. അപ്പം അതിൻ്റെ ആ ചൈതന്യം ഒരു പരിധിവരെ നമുക്ക് നിലനിർത്തുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പാവപ്പെട്ടവർക്ക് ഒത്തിരി ഫ്രീ ആയിട്ടുള്ള സഹായങ്ങളും അങ്ങനെയുള്ള രോഗികൾക്ക് ഒത്തിരി പരിഗണനകളും ഒക്കെ ചെയ്യുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 25 കൊല്ലമായല്ലോ ഇവിടുത്തെ ഒരു സേവനത്തിൻ്റെ ഇവിടെ വന്നെത്തിയതും 25 കൊല്ലത്തിൻ്റെ ഒരു ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു നാടായതുകൊണ്ടും എനിക്ക് എൻ്റെ നാട്ടിലുള്ള ആൾക്കാരെ കുറേയൊക്കെ ഒന്ന് സേവനം ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിനാണ് ഞാനിവിടെ വന്നത്. പക്ഷേ ഇവിടെ ഇത്ര നാളും ഈ 10-25 വർഷം എനിക്ക് ജോലി ചെയ്യാനായിട്ട് സാധിച്ചത് ഇവിടെയുള്ള ഈ മാനേജ്മെൻറ്റിൻ്റെയും അതുപോലെ ഇവിടുത്തെ ഈ ഒരു ഹോസ്പിറ്റലിൻ്റെ ആ അറ്റ്മോസ്ഫിയർ എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെയാണ്. ഒരു സ്ഥാപനത്തിൽ 25 വർഷം തുടർച്ചയായിട്ട് ജോലി ചെയ്യുക എന്ന് പറഞ്ഞത് നമ്മളോട് ആ സ്ഥാപനത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും കൂറുള്ളതുകൊണ്ടും നമുക്കത് ആ ഒരു സാഹചര്യം ഇഷ്ടപ്പെടുന്നതുകൊണ്ടുമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് ഇവിടുത്തെ ഒരു അന്തരീക്ഷം ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഇവിടുത്തെ ഈ ബ്രദേഴ്സ്, സെൻറ്റ് ജോൺ ഓഫ് ഗോഡ് ബ്രദേഴ്സ്, അവർ നമ്മളെ യാതൊരു വിധത്തിലുള്ള ഒരു നിങ്ങൾ ഇത്ര പേഷ്യൻറ്റിനെ കാണണമെന്നോ അല്ലെങ്കിൽ ഇന്ന രീതിയിൽ ജോലി ചെയ്യണമെന്നോ അങ്ങനെയൊന്നുമില്ല. അവർ നമ്മളെ നമ്മുടെ ഫ്രീഡത്തിന് വിട്ട് തന്നേക്കുന്നതാണ്. നമുക്ക് എത്രമാത്രം നമുക്ക് സേവനം ചെയ്യാൻ സാധിക്കുമോ അത്രമാത്രം സേവനം ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. നമ്മളിവിടെ പുറത്ത് ക്യാമ്പ് അങ്ങനത്തെ എന്തെങ്കിലും പരിപാടികൾ ചെയ്യാറുണ്ടോ? ക്യാമ്പ് ഇവിടെ സാധാരണ കണ്ണിൻ്റെ ക്യാമ്പ്, പൾമണോളജി ക്യാമ്പ്, ജനറൽ മെഡിസിൻ ക്യാമ്പ് അങ്ങനെയുള്ള ക്യാമ്പുകളൊക്കെ നടത്താറുണ്ട്. പ്രത്യേകിച്ച് ഈ കോവിഡിൻ്റെ സമയത്തും അതുപോലെ അതിന് മുമ്പ് ഉണ്ടായിരുന്ന ഈ കലാമിറ്റീസൊക്കെ ഉണ്ടായപ്പോഴൊക്കെ നമ്മൾ ഒത്തിരി ക്യാമ്പുകൾ ഈ ഫുൾ ഇവിടെ ഒരു 50-60 കിലോമീറ്റർ ചുറ്റളവിൽ ഇഷ്ടംപോലെ ക്യാമ്പുകൾ നടത്തിയായിരുന്നു. നമ്മുടെ ഒരു ശുശ്രൂഷകരുടെ ഒരു കീഴിലുള്ളൊരു ഹോസ്പിറ്റലാണല്ലോ. അപ്പോൾ മറ്റ് ഹോസ്പിറ്റലുകളും ഇതും തമ്മിലുള്ളൊരു വ്യത്യാസം എന്താണ്? നമ്മളെങ്ങനെയാണ് അവരെ സ്വീകരിക്കുന്നത്, രോഗികളെ സ്വീകരിക്കുന്നതും അവരോടുള്ള കെയറിംഗ് ഒക്കെ എങ്ങനെയാണ്? അതായത് ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ ഇപ്പം ചിലപ്പോൾ നമ്മൾ ചില മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇത്ര പേഷ്യൻറ്റിനെ കാണണമെന്നും അതുപോലെ ഇന്ന ഇൻവിഷിയേഷൻസ് ചെയ്യണമെന്നും, അതായത് നമുക്ക് ഒരു സാമ്പത്തികമായിട്ട് ആ ഹോസ്പിറ്റലിന് നേട്ടം ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്ന രീതിയിലുള്ള ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും നമുക്ക് ചിലപ്പം കിട്ടുന്നത്. എല്ലായിടത്തും എന്നല്ല പറഞ്ഞത്, പലപ്പോഴും. പക്ഷേ ഇവിടെ അങ്ങനെ ഇത്ര നാളായിട്ട് എനിക്ക് എൻ്റെ അനുഭവത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. നമ്മൾക്ക് ഫ്രീഡം ഉണ്ട്, നമുക്ക് ചെയ്യാണ്ടത് ചെയ്യാം. ഒരു ഇൻവെസ്റ്റിഗേഷനോ മറ്റു കാര്യങ്ങളോ ഒക്കെ ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യേണ്ട, നമുക്കത് നമുക്ക് വിട്ടു തന്നിരിക്കുന്ന കാര്യം. അതായത് ഒരു ബിസിനസ് ഓറിയൻറ്റഡ് ആയിട്ട് ഒരിക്കലും ഈ സ്ഥാപനത്തിന് കാണുവാനായിട്ട് സാധിക്കത്തില്ല. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നത് മറ്റുള്ള ഹോസ്പിറ്റലുമായിട്ടുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. രോഗികളോടുള്ള സമീപനം എങ്ങനെയാണ്? കൂടുതലും രോഗികളോട് വളരെ നല്ല രീതിയിലുള്ള ഒരു സമീപനമാണ്. പിന്നെ രോഗികൾ കൂടുന്നതനുസരിച്ച് നമുക്ക് അവരോട് കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് കാണിച്ചുകൊണ്ടിരിക്കാനൊന്നും സമയം കിട്ടത്തില്ല. നമ്മുടെ ജോലി ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ വളരെ ഒരു നല്ല സമീപനമാണ്. മൊത്തം എത്ര ഡോക്ടേഴ്സ് ഉണ്ട് ഇവിടെ? ഇപ്പം ഇവിടെ ഒരു 35-40 ഡോക്ടേഴ്സോളം ഇപ്പോൾ ഇവിടെയുണ്ട്. ഇനിയും പുതുതായിട്ട് കുറേ അപ്പോയിൻറ്റ്മെൻറ്റ്സും കൂടെ വരുന്നുണ്ടെന്നാണ് ഇവരുടെ അഡ്മിനിസ്ട്രേഷനിൽ നിന്നും എനിക്ക് അറിയാൻ സാധിച്ചത്. പുതിയ ഡിപ്പാർട്ട്മെൻറ്റ്സൊക്കെ വരുന്നുണ്ട്, സൂപ്പർ സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെൻറ്റ്സൊക്കെ വരുന്നുണ്ട്.
ഇവിടെ എന്തായിട്ടാ? ഇവിടെ ആംബുലൻസ് ഡ്രൈവറായിട്ട്. ആംബുലൻസ് തന്നെയല്ല, എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. ആ, ഡ്രൈവിംഗ് ആണ് മെയിൻ ആയിട്ടുള്ളത്. എത്ര കാലമായി ഇവിടെ? ഇവിടെ 40 വർഷം. 40 വർഷം. എവിടെ വീട് ഇപ്പോൾ? വീട് പറഞ്ഞാനം. അപ്പോൾ എങ്ങനെയാ ഇവിടെ താമസം കാര്യങ്ങളൊക്കെ? ഇവിടെ കോട്ടേഴ്സ് ഉണ്ട്. കോട്ടേഴ്സ് ഉണ്ട്. ആ, എങ്ങനെയാ ഇപ്പോൾ 40 കൊല്ലം മുമ്പ് ഇങ്ങനൊരു സ്ഥലം ഉണ്ടെന്ന് ഇവിടെ എത്തിപ്പെട്ടത്? അതിങ്ങനെ അകപ്പെട്ട് പോയി. ഇവിടം വരെ ഒരാൾ കൊണ്ടുവന്നു. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 40 വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്തു. അന്നുള്ളപ്പോൾ എങ്ങനെയായിരുന്നു? അന്നുള്ളപ്പോൾ നമ്മുടെ ആ സുപ്പീരിയർ അച്ഛനൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ഇതായിരുന്നു. നല്ലൊരു കുടുംബം പോലെ എല്ലാവരും ഒന്നുപോലെ കഴിഞ്ഞു കൂടി. ഈ ഒരു ഹോസ്പിറ്റലിന്റെ വളർച്ചയൊക്കെ എങ്ങനെയായിരുന്നു അന്ന്? അതാ അച്ഛൻ്റെ ഇതുകൊണ്ട് എങ്ങനെയാണ് അന്നത്തെ ഒരു ഹോസ്പിറ്റൽ സൗകര്യമൊക്കെ എങ്ങനെയായിരുന്നു? അന്ന് തീർത്ത സൗകര്യം കുറവായിരുന്നു. അത് ഇവിടുന്ന് പേഷ്യൻ്റ് ആണെങ്കിലും മിക്കവാറും എല്ലാം കോട്ടയമായിരിക്കും. വേറെ പോകാനുള്ള സാമ്പത്തികം ഇല്ലല്ലോ ആർക്കും. ഇല്ല. ഈ 40 കൊല്ലൊക്കെ ആയല്ലോ ഇപ്പോൾ ആംബുലൻസ് ഡ്രൈവറായിട്ട്. നമ്മളൊക്കെ ഒരു സാധനം തന്നെ ഒരു 10 വട്ടം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ബോറടിക്കും. പക്ഷെ ഇതങ്ങനെ 40 കൊല്ലൊക്കെ ആയിട്ട് എങ്ങനെ അതിങ്ങനെ ഒരു ബോറടി ഇല്ലാതെ കൊണ്ടുപോകുന്നു? എങ്ങനെയോ അച്ഛൻ്റെ കഴിവാന്ന് തോന്നുന്നു, അച്ഛൻ്റെ അനുഗ്രഹം തോന്നുന്നു. ഇതുവരെ വലിയ പ്രശ്നമില്ലാതെ പോയി. എങ്ങനെ ഒരു നമ്മൾ ആ രോഗികളൊക്കെ കൊണ്ടുപോകുമ്പോൾ സ്ഥിരം തന്നെയാണല്ലോ ഈ ആംബുലൻസിൻ്റെ ഒച്ചപ്പാടും ബഹളവും ഒക്കെയാണല്ലോ. എങ്ങനെയുണ്ട്? പിന്നെ ഓരോ പേഷ്യൻ്റ് ഇതുപോലെ ഇരിക്കും. ഇവിടുന്ന് ഡോക്ടർ പറയും ഇത്ര സമയത്തിനകം ചെല്ലണം എന്ന് പറയും. ചിലത് നോർമലായിരിക്കും, ചിലത് സീരിയസ് ആയിരിക്കും. അത് എത്രയും പെട്ടെന്ന് എത്തിക്കാൻ പറയും. അതൊക്കെ ഇവിടുന്ന് ഡോക്ടർമാർ പറയുന്ന പോലെ ഇരിക്കും. ഇവിടുത്തെ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അധികാരികളായിട്ടോ അങ്ങനെ എന്തെങ്കിലും? ഒന്നുമില്ല ഇതുവരെ. എങ്ങനെയാണ് അതൊരു ഒരു നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു ജോലിക്കാരൻ്റെ രീതിക്ക് സാധനം ഒരു അങ്ങനത്തെ ഒരു മാറ്റി നിർത്തമൊന്നുമില്ല. ഇവരുടെ കൂട്ടത്തിൽ ഒന്നിച്ച് തന്നെ. അടിപൊളിയാണ്. ഇപ്പോൾ ഡ്രൈവർ എന്നുള്ള നില മാറ്റി നിർത്തുന്നൊന്നുമില്ല, എല്ലാം ഒന്നിച്ച് തന്നെയായിരുന്നു ഇവരുടെ കൂടെ തന്നെ. കുറേ രോഗികളും കുറേ എന്താ പറയുക മരണത്തിൻ്റെ ഏറ്റവും പിന്നെ എല്ലാം അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ പക്ഷെ പോകുന്ന വഴിക്ക് ഇവർക്ക് എന്ത് തോന്നിക്കഴിഞ്ഞാൽ ആൾ പോകുന്ന കണ്ടു കഴിഞ്ഞാൽ നമ്മളവിടെ നിർത്തുക എന്നുള്ളതാണ്. അത് മുമ്പോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു അപകടം പറ്റും. നമ്മുടെ മുമ്പിൽ ഇങ്ങനെ പെട്ടെന്ന് നമ്മൾ ഓടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈ മരണങ്ങളെ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഫീൽ എന്തായാലും നമുക്ക് അങ്ങനെ ഒരു ഫീൽ ഇല്ല. നമ്മളിതൊക്കെ കാണുന്നതല്ലേ, മനസ്സ് സ്ഥിരം കണ്ടുകൊണ്ട്. പിന്നെ നമ്മളീ പോകുന്ന വഴിക്ക് നമ്മൾ കണ്ണാടിക്കകത്ത് നോക്കുക സംഗതി ഓരോ പേഷ്യൻ്റെ അവസ്ഥ. പിന്നെ പോകുന്ന വഴിക്ക് പോയെന്ന് കാണുമ്പോൾ തന്നെ നമ്മളവിടെ എന്തെങ്കിലും ഇത് ഡൗട്ട് തോന്നുമല്ലോ. ഡൗട്ട് തോന്നുന്നു നമ്മളവിടെ ചവിട്ടി നിർത്തിയേക്കുക. ഇല്ലേ നമ്മുടെ കയ്യിൽ നിന്ന് പാളിപ്പോവും. അങ്ങനെ പാളിപ്പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് പാളിപ്പോയിട്ടുണ്ട്. മൊത്തം ഇത്രയും പോയല്ലോ. ഏതാണ്ട് എത്രത്തോളം ആൾക്കാർ അതുവരെ കൊണ്ടുപോയിട്ടുണ്ടാവും? അത് കണക്ക് കണ്ടിട്ടുണ്ടാണോ? ഒത്തിരി കണ്ടിട്ടുണ്ട്. ഒരു ദിവസം തന്നെ 3 എണ്ണം വരെ അടിച്ചിട്ടുണ്ട്. 3 കോട്ടയം വരെ പോയിട്ടുണ്ട്. 2 കോട്ടയം സാധാശുര പോകുന്നുണ്ട്, ശരാശരിയൊക്കെ പോകുന്നുണ്ട്. ഞങ്ങളുടെ വ്രതങ്ങൾ എന്ന് പറയുന്നത് ദാരിദ്ര്യം, ബ്രഹ്മചര്യം, അനുസരണം, ഹോസ്പിറ്റാലിറ്റി ആതുര സേവനം നമ്മൾ ലക്ഷ്യമാക്കിയാണ് മുന്നോട്ട് വന്നത്. ശരിക്കും ഒരു രോഗിയെ കിടക്ക ബലിപീഠമായിട്ടും രോഗിയെ ഈശോയുടെ ആയിട്ടുമാണ് നമ്മൾ കാണുന്നത്, ശുശ്രൂഷിക്കുന്നത്.
ശരീരത്തിലൂടെ ആത്മാവിലേക്ക്, ശരീരത്തെ ശുശ്രൂഷിച്ച് ആത്മാക്കളെ നേടുക എന്നുള്ളതാണ്. അതാണ് ഞങ്ങളുടെ സ്ഥാപക പിതാവ് ദേവദാസൻ പദ പോത്തനാഥോസ് ഞങ്ങളെ പഠിപ്പിച്ചത്. ഒരു ദൈവിക മനുഷ്യന് മാത്രം സാധിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനമായിരുന്നു അദ്ദേഹത്തിൻ്റെ. പാവങ്ങളോട് വളരെ ദയനീയമായൊരു അവരുടെ ആ അവസ്ഥയിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് അവരുടെ ആ ദയനീയ അവസ്ഥയിൽ നിന്ന് അവരെ സമുദ്ധരിക്കാൻ വേണ്ടി, അത് ഏത് നിലയിലുള്ളവരാണേലും, രോഗിയാവട്ടെ പാവപ്പെട്ടവരാകട്ടെ, ഇല്ലാത്ത ഏതൊരു മേഖലകളിലും ഇല്ലാത്തവരിലേക്ക് കടന്നു ചെന്നിട്ട് അവരെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പരിശ്രമമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവനും. അവസാനം വയ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുന്നേറ്റ് നിൽക്കാൻ വയ്യാത്ത സാഹചര്യത്തിലും അദ്ദേഹത്തിൻ്റെ മനസ്സ് വെമ്പിയിരുന്നത് ഈ പാവങ്ങളുടെ അടുക്കിലേക്കായിരുന്നു, അവരിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ വേണ്ടിയായിരുന്നു.